KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ വിദ്യാർത്ഥികൾ ഡ്രൈവിംഗിന് ഉപയോഗിക്കുന്ന ബസ്സിന് ഇൻഷുറൻസും പൊല്യൂഷനുമില്ല. 2020 സെപ്റ്റംബർ 12-ന് ഇൻഷുറൻസും 2024 സെപ്റ്റംബർ 18-ന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും അവസാനിച്ച ബസ്സിലാണ് വിദ്യാർത്ഥികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, ഒരുപക്ഷെ നിയമലംഘനങ്ങളെ കണ്ടെത്താനുള്ള പരിശോധനകൾ കർശനമാക്കുന്നു എന്ന് പറയുമ്പോഴും കള്ളൻ കപ്പലിൽ തന്നെ എന്നല്ലേ പറയേണ്ടത്? വിഷ്ണു, കഴിഞ്ഞ ജൂൺ 30-നാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുമായുള്ള തർക്കത്തിന് പിന്നാലെ തന്നെ കേരളത്തിൽ KSRTCയുടെ നേതൃത്വത്തിൽ ഗതാഗത വകുപ്പ് തന്നെ നേരിട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്ന ഒരു പ്രഖ്യാപനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നടത്തുന്നത്. ജൂൺ 30-നാണ് ആനയറയിലെ ഷിഫ്റ്റ് ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നത്. അവിടെ വലിയ പ്രഖ്യാപനമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സൗകര്യത്തോടും കൂടി എല്ലാവിധ ക്ലാസുകളായിരിക്കും, ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ക്ലാസുകളായിരിക്കും ഡ്രൈവിംഗിന് വേണ്ടി നടത്തുന്നത് എന്നതായിരുന്നു ആ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. അതിന്റെ ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ. അതേ ആ ഉദ്ഘാടനം നടന്ന തിരുവനന്തപുരത്ത് ആനയറയിലെ ഷിഫ്റ്റിന്റെ ആസ്ഥാനത്ത് നടത്തിയത്. ആ ആസ്ഥാനത്ത് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുമ്പോഴും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ബസ്, അതായത് KL15 9751 എന്ന ബസ്, KSRTC ബസ്, ആ ബസ്സിലാണ് വിദ്യാർത്ഥികൾക്ക് ഹെവി മോട്ടോർ ഡ്രൈവിംഗിന് വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകുന്നത്. ആ വാഹനത്തിനാണ്, അതായത് സർക്കാരിന്റെ തന്നെ RDO വകുപ്പിന്റെ ഒരു ആപ്പുണ്ട്. വാഹനങ്ങളുടെ ഇൻഷുറൻസും മറ്റു പൊല്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി RDO വകുപ്പ് തന്നെ പുറത്തിറക്കിയിട്ടുള്ള പരിവാഹൻ ആപ്പ് പരിശോധിച്ചു നോക്കിയാൽ അതിൽ ഇൻഷുറൻസും അതുപോലെ തന്നെ പൊല്യൂഷനും ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ് അത് എന്ന് അറിയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു വാഹനത്തിന് വേണ്ടത് ഇൻഷുറൻസ് ആണ്. ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായാൽ ആ അപകടത്തെ തരണം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് വാഹനത്തിന്റെ ഇൻഷുറൻസ് പറയുന്നത്. 2020 സെപ്റ്റംബർ 12-നാണ് ഈ പറഞ്ഞ KL15 9751 എന്ന KSRTC വാഹനത്തിന്റെ ഇൻഷുറൻസ് അവസാനിക്കുന്നത്. കേരളത്തിൽ ഏകദേശം 1500 KSRTC ബസ്സുകളാണ് ഈ വരാൻ പോകുന്ന ഒക്ടോബർ മാസത്തിൽ കണ്ടം ചെയ്യാൻ പോകുന്നത് പോലും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു അലംഭാവം കൂടി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നലെ മന്ത്രി തന്നെ അവിടെ പ്രഖ്യാപിച്ചത് ഏകദേശം ഒരു 18 ലക്ഷം രൂപയുടെ ലാഭമാണ് ഈ KSRTCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. അത് സർക്കാരിന്റെ വലിയ നേട്ടമാണ് എന്ന് കാട്ടുമ്പോൾ അതിന് ചെലവില്ലാതെ ഇത്രയും ലാഭത്തിലായത് ഇൻഷുറൻസും പൊല്യൂഷനും ഒന്നുമില്ലാത്ത വാഹനങ്ങൾ നിരത്തിലിറക്കി ഓട്ടിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു എന്ന ഒരു മേനി കൂടി ആ വകുപ്പിന് അല്ലെങ്കിൽ ഗതാഗത മന്ത്രിക്ക് ശിരസിലേറ്റാൻ കഴിയുന്നതാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. എന്തായാലും പരിശോധനകൾ നടത്താൻ തെരുവിൽ റോഡ് വക്കിലൊക്കെ നിൽക്കുന്ന RDO ഉദ്യോഗസ്ഥർ സർക്കാർ വാഹനങ്ങളുടെ പരിശോധന കൂടി നടത്തണം എന്നതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പറയാനും കഴിയുന്നത്. വിഷ്ണു.